ഈ ഐക്യജനാധിപത്യ മുന്നണിയുടെ കാലത്ത് ഏതെങ്കിലും തരത്തിൽ 1 രൂപയുടെ വികസന പ്രവർത്തനം പ്രത്യേകിച്ച് മാണിസാർ ധനകാര്യ വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോൾ ഈ മണ്ഡലത്തിൽ നടത്താൻ സാധിക്കില്ല എന്ന് ബോധ്യപ്പെട്ടുകൊണ്ടാണ് സരിതയാണെങ്കിൽ സരിത ആ സരിതോർജം കൊണ്ടുള്ള വികസനമെങ്കിലും നടത്താമെന്നുള്ള ധാരണയിലായിരിക്കാം ശ്രീമാൻ മോൻസ് ജോസഫ് രാത്രിയിൽ നാഴികയ്ക്ക് 40 വട്ടം സരിതയെ ബന്ധപ്പെട്ടുകൊണ്ടിരുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള വികസനം ഈ കടുത്തുരുത്തി മണ്ഡലത്തിൽ വേണ്ട, സരിതോർജം വേണ്ട, സരിതയിലൂടെ വികസനവും ഈ കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിന് വേണ്ട. മറിച്ച് നിങ്ങൾ എന്നും ഉയർത്തിപ്പിടിച്ച് പ്രസംഗിക്കുന്ന ആ സംശുദ്ധ രാഷ്ട്രീയം, ജനാധിപത്യ ഈശ്വര വിശ്വാസികളെ എന്ന് അഭിസംബോധന ചെയ്യുന്ന ആ നിഷ്കളങ്കത്വം വെളിവാക്കുന്ന തരത്തിലുള്ള ആ പ്രയോഗങ്ങൾ അതിനെയും ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്ന തരത്തിൽ നിങ്ങൾ ഈ സോളാർ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള വിവര കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണത്തെ നേരിടാൻ കഴിയുന്ന വിധത്തിൽ MLA സ്ഥാനം രാജിവെക്കണം. അങ്ങനെ MLA സ്ഥാനം രാജിവെച്ച് അന്വേഷണത്തെ നേരിടാൻ തയ്യാറായില്ലെങ്കിൽ നിങ്ങളെ ആ തരത്തിൽ രാജിവെക്കുന്നത് വരെയുള്ള ഊർജ്ജലമായ പോരാട്ടത്തിലേക്ക് മുഴുവാൻ ഈ കടുത്തുരുത്തിയിലെ ബഹുജന പ്രസ്ഥാനം തയ്യാറാവുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു ധാർമ്മിക സമരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വന്ന മുഴുവൻ ആളുകളെ അഭിവാദ്യം ചെയ്യുന്നതോടൊപ്പം തന്നെ ഇതിന് നേതൃത്വം കൊടുക്കുന്ന കടുത്തുരുത്തിയിലെ യുവജന പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരെ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് ഈ മാർച്ച് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. അഭിവാദ്യങ്ങൾ.